ഞാനവിടെ ഈ ലുലു കൊച്ചിയിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഈ കർവ് ടി വി എന്നൊരു ടി വി ആണ്, ഓർമ്മയുണ്ടോ? ഇങ്ങനെ വളഞ്ഞിട്ട് അങ്ങനെ ഒരു തിയേറ്റർ എഫക്റ്റ് ഒക്കെ കിട്ടുന്ന സോണിയുടെ. അപ്പൊ അന്ന് ഈ സാധനം ഷാറൂഖ് ഖാന്റെ വീട്ടിലും യൂസഫ് അലിയുടെ വീട്ടിലും മാത്രമേ ഉള്ളൂ. 12.5 ലക്ഷം രൂപയാണ് ഇതിന്റെ വില. അപ്പൊ ഇതവിടെ ഡിസ്പ്ലേ ചെയ്തു. ഡിസ്പ്ലേ ചെയ്ത വഴിക്ക് ഈ ബീച്ചിലൊക്കെ ബോട്ട് വരുമ്പോ ഇങ്ങനെ മീൻ എടുക്കാൻ ആൾക്കാർ വരാൻ വേണ്ടി ഒന്നുകൂടി ആൾക്കാർ നിൽക്കുക. അപ്പൊ ഞാൻ ഇതിന്റെ വിഷ്വൽ മർച്ചൻഡൈസിംഗും പരിപാടിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ സൈഡിൽ നിന്ന് നോക്കാം. പിന്നെ നമ്മുടെ കടയിൽ ഇങ്ങനെ ആള് തിരക്ക് കൂടുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ ഇങ്ങനെ നോക്കാം. അപ്പൊ നമ്മുടെ വേഷം കോട്ടാണ്. അപ്പൊ ഒരു മുസ്ലിം രീതിയിൽ വേഷം ധരിച്ചിട്ടുള്ള കണ്ടറിയാം മലപ്പുറം കാക്ക. ആളവിടെ നിന്ന് ചോദിച്ചു, എന്താ മോനെ അവിടെ? ഈ ഇവിടുത്തെ ആളാണോ ചോദിച്ചു ആദ്യം. ഞാൻ പറഞ്ഞു അതെ. എന്താ അവിടെ? അവിടെ ഒരു പുതിയ ടി വി ഡിസ്പ്ലേ ചെയ്തിട്ട് അത് കാണാനാണ്. എന്താ അതിന്റെ പ്രത്യേകത? 12 ലക്ഷം രൂപ അതിന്റെ വില. ഒരു ടി വിക്കോ? ഞാൻ പറഞ്ഞു അതെ. മൂപ്പരായിട്ട് തുടങ്ങി. നമ്മളൊക്കെ സൗദിയിൽ ഉണ്ടാകുന്ന കാലത്ത് ഒരു ടി വിക്ക് ആകെ എത്ര ദിവസം എങ്ങനെ ഞാനിത് ഇവിടുന്ന് ഊരും വേണം, ഇത് കുറെ ആയി. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കിയിട്ട് വരിക എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വിട്ടു. ആളവിടെയൊക്കെ പോയി ഇങ്ങനെ നോക്കി തിരിഞ്ഞ്. അപ്പൊ അവിടെ ഓരോ യൂത്ത് പിള്ളേർ വന്നിട്ട് ഇതിൽ മറ്റേ ഡെംകോ ഉണ്ടോ, ഇതിൽ ഇത് കുത്തുമ്പോ മറ്റേ സാധനം കുത്താൻ പറ്റുമോ, ഇതിന്റെ പ്രൊസസർ ഏതാണ്, അത് എവിടുന്ന് ഉണ്ടാക്കി ഏത് രാജ്യത്ത്. അപ്പൊ പിള്ളേർ ഇങ്ങനെ ഇത്ര പറഞ്ഞോണ്ടിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും അവിടെ പ്രോബ്ലം കഴിച്ച് തിരിച്ചെന്റെ അടുത്ത് വന്നിട്ട് പറയാം ഓരോ തിരക്ക് അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ആ കുട്ടിയോട് അത് പാക്ക് ചെയ്യാൻ പറയുള്ളൂ. അപ്പൊ ഞാൻ ഓരോ തിരക്കൊക്കെ അവരൊക്കെ അത് കണ്ടു കഴിഞ്ഞു വെച്ചെങ്കിലേ അതൊന്ന് പാക്ക് ചെയ്യാൻ പറയും. മോളുടെ കുടിയിരിക്കലാണേ ടി വി വാങ്ങാൻ വന്നതാണ്. 12 ലക്ഷം രൂപയുടെ ടി വികൾ പർച്ചേസ് ചെയ്തു. എന്നിട്ട് ആൾ പോണ വേണ്ടി പറയാം ഇതിന്റെ കൂടെ എത്തിട്ടുണ്ട് ഒരു തിയേറ്ററും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തരാം അല്ലെ വലിച്ചോട്ട് പോയി ഒരു ഹോം തിയേറ്ററും വാങ്ങി. നേരത്തെ ആ കസ്റ്റമർ എന്റെ അടുത്തിരിക്കണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായില്ല അല്ലെ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ കച്ചവടം കയറില്ല. രണ്ടാമത്തെ ടിപ്പ് എന്താ? നിങ്ങൾ ഭക്ഷണം കഴിച്ചു, ഭക്ഷണം കഴിച്ചിട്ട് വെയിറ്റ് വന്നിട്ട് ചോദിക്കുകയാണ് വേറെ എന്തെങ്കിലും വേണം? എന്താ ഉത്തരം? വേണ്ട, അത്രേ ഉള്ളൂ. ഈ ചോദ്യം തന്നെ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. ഐസ്ക്രീം, ലൈമ്, കട്ടൻ കാപ്പി, ലെമൺ ടീ, ഏതാണ്ട് ലെമൺ ടീ. കച്ചവടം കയറി. നമ്മുടെ കടയിലേക്ക് പോവാം. പെയിന്റ് സാധനങ്ങളൊക്കെ എടുത്തു. വേറെ എന്തെങ്കിലും വേണോ? വേറെ എന്തെങ്കിലും വേണോ? വേറെ എന്തെങ്കിലും വേണോ? വേണ്ട. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ലോക്കലെ കടയിൽ വാങ്ങാം. ഈ തെണ്ടിന്റെ കടയിൽ ഒന്നും വാങ്ങരുത്. അതല്ലേ മനസ്സിൽ വരിക. എടാ ഇതിന്റെ കൂടെ മറ്റേ ഒരക്കടലാസ് വേണ്ടേ? അയ്യോ ഒരക്കടലാസ് വെക്കണം. ഇതിന്റെ കൂടെ മറ്റേ ബ്രഷ്, വീതിയിലെ ബ്രഷ് വേണ്ടേ? അതിലുണ്ട്. ഇതിന്റെ കൂടെ മിക്സ് ചെയ്യണ സാധനമില്ല, അതെടുക്കണ്ടേ? So give options to them. ഇതാ ഇനി പകരം വേറെ വേണം. വൈറ്റ് സിമെന്റ് വാങ്ങി ഒരുത്തൻ 40 കിലോന്റെ വൈറ്റ് സിമെന്റ്. വേറെ വേണം? വേണ്ട. വൈറ്റ് സിമെന്റ് വാങ്ങിയാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ ഏതാണെന്ന് ചോദിക്കാറുണ്ടോ? ചോദിച്ചാൽ കച്ചവടം കയറും. ചോദിച്ചില്ലെങ്കിൽ ഇതിനൊക്കെ കൂടി കോംബോ ആക്കാൻ പറ്റുമോ? ഇതിനൊക്കെ കൂടി കോംബോ ആക്കാൻ പറ്റുമോ? നിങ്ങളുടെ കമ്പനിക്കാർ ചീത്ത പറയും. നിങ്ങള് KFC പോയിട്ട് ബണ്ണ് വാങ്ങി തന്നില്ല, ബണ്ണ് മാത്രം വാങ്ങിയിട്ടില്ല നോണ പറയില്ല. എന്റെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. ഭാര്യ മക്കളും കൂടിയിട്ട് ബണ്ണ് തിന്നാൻ പോവാ KFCക്ക്. പക്ഷെ KFCക്കാരെ നിങ്ങൾ ബണ്ണ് തീറ്റിച്ചിട്ടുണ്ട്. കോംബോ അല്ലേ? കോംബോ. അല്ലാതെ ഒരാളും KFC പോയിട്ട് ബണ്ണ് കഴിക്കൂല. നമ്മൾ പനി വരുമ്പോ മാത്രം തിന്നുന്ന സാധനമാണ് ബണ്ണ്. നമ്മുടെ ബുദ്ധി എന്താലേ, ശരീരം തളർന്ന് ഇതിന്റെ ഉള്ളിലുള്ള മെഷീൻ ഒന്നും വർക്ക് ചെയ്യാണ്ടിരിക്കുന്ന നേരത്ത് നമ്മൾ പറയും മൈദ പ്രശ്ന ബണ്ണ് തിന്നാം. ബുദ്ധിയെടുക്കും മലയാളികൾക്ക് അല്ലേ? സോഫ്റ്റ് സാധനങ്ങൾ കഴിച്ചാൽ മതി. അതായത് ഈ മൈദ കൊണ്ടുണ്ടാക്കിയ ബണ്ണ്, മൈദ കൊണ്ടുണ്ടാക്കിയ ബ്രെഡ്, ഈ സാധനം കട്ടിച്ച് കയറ്റുമ്പോൾ എന്നിട്ട് പറയും വയ്യ. ശരീരത്തോട് ഞാൻ ഏറ്റവും വലിയ ദോഷാക്കുന്നത് വയ്യാണ്ട് എടുക്കുമ്പോ ബണ്ണ് തീറ്റ. അതുപോലെ കാര്യത്തിലേക്ക് പോവാം. അപ്പൊ KFCക്കാരൻ എങ്ങനെ ബണ്ണ് കിട്ടേ? നിങ്ങൾ ആ സാധനം ആ വൈറ്റ് സിമെന്റും അതിന്റെ ഒരക്കടലാസും അതിന്റെ മറ്റേ കട്ടിയുടെ ബ്ലേഡും ഒക്കെ കൂടിയിട്ട് സാധനം ഇട്ടിട്ട് വില ഇട്ടിട്ട് പൂജ ഫ്രീന്ന് കേട്ട
മലയാളിയുടെ മനസ്സിൽ സുഖ അല്ലേ? 1 കിലോ പൈനാപ്പിൾ 30 രൂപ, 3 കിലോയ്ക്ക് 100 രൂപ. ഒരു 6 കിലോ എങ്ങനെ 1 കിലോന് 30 രൂപ, 3 കിലോന് വെറും തുച്ഛമായ 100 രൂപ. അന്നടുത്തോ ഒപ്പൊരുക്കാണെങ്കിൽ വേണ്ട. ഇതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. പിന്നെ അവിടുന്ന് വാങ്ങി ആ വണ്ടിക്കാരൻ പോയതിനു ശേഷം ആരോട് പറയണ്ട അല്ലേ? അപ്പൊ ഈ സാധനത്തിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ സർവീസ് ആയിട്ട് എന്തൊക്കെ കൊടുക്കാൻ പറ്റും? കോംബോ ആക്ക്. ബിസിനസ് കയറും. അപ്പൊ ഈ പണിക്കാരൻ പറയാൻ അറിയോ? അവരുടെ അവിടുന്ന് സിമെന്റ് എടുത്തു കഴിഞ്ഞാൽ കട്ടിങ്ങും മറ്റേ സാധനവും ഫ്രീ ആണ്. എന്റെ കാശ് വാങ്ങിട്ടുള്ള താങ്ക് യു. പക്ഷെ അതിന്റെ പ്രൈസിങ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ നോക്കിയിട്ട് അതിന് പറ്റുന്ന സാധനങ്ങൾ. അപ്പൊ വിഷയം ഇതാണ്, കോമ്പറ്റേറ്റർക്ക് ഇല്ലാത്തത് എന്താണ്? ഈ ലുലു മാളിനെ പറ്റിയിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്താ ശരിക്കും ലുലു മാള്? ചന്ത, തനി ചന്ത, പക്ഷെ വൃത്തിയുള്ള ചന്ത അല്ലേ? ഞങ്ങളുടെ അവിടെ ശക്തൻ തമ്പുരാൻ മാർക്കറ്റ്, അപ്പനാമീന്ന് വെച്ച് ബാക്കി എല്ലാം കിട്ടും അവിടെ അല്ലേ? അതേ മാർക്കറ്റ് തന്നെയാണ് ലുലു. പക്ഷെ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ പശു പോവും, പട്ടി പോവും, പൂച്ച പോവും, മണ ഉണ്ടാവും, വെജിറ്റബിൾ ചീഞ്ഞ് കിടക്കണതുണ്ടാവും. ഇപ്പൊ ക്ലീനിങ് ഒക്കെ ശക്തമാണ്. പക്ഷെ ലുലുവിൽ ചെല്ലുമ്പോ ഊതിന്റെ മണം ഉണ്ടാവും. ഫുൾ ഗ്രാനൈറ്റ് ആയിരിക്കും അല്ലേ? ഫുൾ ശീതീകരണ സംവിധാനങ്ങള്, AC, കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനങ്ങള്, വെറുതെ ഇരിക്കാനുള്ള സംവിധാനങ്ങള്, സെൽഫി എടുക്കാൻ ഒരുപാട് സംവിധാനങ്ങള്, വെൽ മെയിൻറ്റൈൻ. അയാൾ വിറ്റത് എന്താ അറിയോ? സാധനങ്ങളല്ല, ഷോപ്പിംഗ് എക്സ്പീരിയൻസ്. കച്ചവടത്തിൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടോ? ചില ദിവസം ഈച്ചാനായിട്ടിരിക്കേണ്ടി വരും, ചില ദിവസം ടാക്ക് സാധനം കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരും. ദിസ് ഇസ് കോൾഡ് ഇൻസ്റ്റബിലിറ്റി. ഇതൊരു സ്റ്റേജ് ആണ്. ഇത് ഈ റോക്കറ്റ് വിടുന്ന പോലെ ഇങ്ങനെ ഓരോരോ തട്ട് കയറിയിട്ട് പോകും. രണ്ടാമത്തെ സ്റ്റേജ് എന്താ അറിയോ? ഇൻവിസിബിലിറ്റി. ഇൻവിസിബിലിറ്റി എന്ന് വെച്ചാൽ കച്ചവടം ചെയ്യുന്നുണ്ട്, കുറെ പൈസ വരുന്നുണ്ട്, പക്ഷെ ഇത് എങ്ങടൊക്കെയോ കയ്യിലൊന്നും കാണാൻ. ടേൺ ഓവർ സൂപ്പറാണ്. അത് അവസാനം സിയക്കാരെ വിളിച്ചു വരുമ്പോഴാണ് ഇത്രയൊക്കെ കച്ചവടം ചെയ്താ നമ്മള്. ഒരു വൈഫിനെ വിളിച്ചിട്ട് നമ്മൾ ചോദിക്കേണ്ടി ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾക്ക് കാശൊക്കെ എങ്ങനെ പോയെന്ന് ഒരു പിടിയും കിട്ടുന്നു. അപ്പൊ ഭാര്യയുടെ വക ഒരു ഉപദേശം ഉണ്ടാവും, മനുഷ്യ ഒന്നുകൂടി കറക്റ്റ് കണക്ക് നോക്കി നോക്കി എവിടെയെങ്കിലും ഒക്കെ കിട്ടുന്നുണ്ടാവും. ദിസ് ഇസ് കോൾഡ് ഇൻവിസിബിലിറ്റി. ഈ ഇൻവിസിബിലിറ്റി കഴിഞ്ഞാൽ മാർക്കറ്റബിലിറ്റി എന്ന് പറഞ്ഞ സാധനം. മാർക്കറ്റിലെ ഒരു ലീഡറായിട്ട് നിങ്ങൾ മാറും. പക്ഷെ സാമ്പത്തികമായിട്ട് അത്ര വലിയ മെച്ചമൊന്നും ആയിണ്ടാവില്ല. പക്ഷെ പേരും പൂക്കളൊക്കെ വന്നിട്ടുണ്ടാവും. നമ്മളെ കാണുമ്പോ നാട്ടുകാർക്ക് തോന്നും നമ്മുടെ വണ്ടി നിറച്ച് കാശാണ്. മാർക്കറ്റ് അല്ലെ? പള്ളിയിലൊക്കെ ചെല്ലുമ്പോ അച്ഛൻ കുരിശൊക്കെ വരയ്ക്കുമ്പോ നമ്മുടെ ഭാഗത്ത് നിന്ന് അമർത്തി വരയ്ക്കും. കാരണം പള്ളിപ്പടി വരാൻ പോവാണ്, ഡേറ്റ് എടുക്കേണ്ട സമയമായി. പ്രതിനിധി യോഗത്തിൽ നമ്മൾ വരുമ്പോ 2 സമൂസയൊക്കെ കിട്ടും അല്ലെ? ദിസ് ഇസ് കോൾഡ് മാർക്കറ്റബിലിറ്റി. നാട്ടിലെ ഒരു പ്രമാണിയൊക്കെ ആയിട്ട് വരും, കൂടുതലും ഉണ്ടൊക്കെ ഇങ്ങനെ പിടിച്ച് അങ്ങനത്തെ സാധനം വരും. നിങ്ങളുടെ ഭാഗത്തേക്കൊക്കെ ആണെങ്കിൽ മൊബൈലും ഫോണും ഈ കയ്യിലുണ്ടാവും, വണ്ടിയുടെ താക്കോൽ ഈ കയ്യിലുണ്ടാവും, മുണ്ടുണ്ടാവും, പൊളിക്കും. ഞാൻ തിന്നുള്ളൂ, വേറെ ഒന്നുമില്ല. മാർക്കറ്റബിലിറ്റി കഴിഞ്ഞാൽ അടുത്ത സാധനമാണ് വിസിബിലിറ്റി എന്ന് പറഞ്ഞ സാധനം. നമ്മുടെ കയ്യിൽ കാശും വരും, അത് നാട്ടുകാർക്ക് കാണാനും പറ്റും. വിസിബിലിറ്റി. ഈ വിസിബിലിറ്റി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിലേക്ക് വരും, ദാറ്റ് ഈസ് കോൾഡ് ക്രെഡിബിലിറ്റി. ഒരു ക്രെഡിബിൾ ബിസിനസ്സുകാരനായിട്ട് മാറും. ഈ വിസിബിലിറ്റി വരുന്ന സമയത്ത് വണ്ടിയൊക്കെ അന്യായ ലോണൊക്കെ എടുത്ത് EMI അടക്കണ തലേദിവസം ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്ന് അല്ലേ, ഇത് നാട്ടുകാരെ കാണിക്കണ്ടേ അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ക്രെഡിബിലിറ്റി ഉള്ള ബിസിനസ്സുകാരനാകുമ്പോൾ ഇതിന്റെ ഒന്നും വിഷയം EMI അടക്കണമെന്ന് അയാൾ അറിയുന്നുണ്ടാവില്ല. ലോണൊക്കെ ക്ലോസ് ആയതിനു ശേഷം ബാങ്കുകാരോട് വിളിച്ചിട്ട് പറയാം അത് ക്ലോസ് ആയിട്ടോ, വേറെ വണ്ടി എടുക്കട്ടോ, എന്നൊക്കെ ചോദിക്കണം. ആ ഒരു രീതിയിലേക്ക് ക്രിട്ടിബിൾ ആണ് അയാള്. വലിയ അങ്ങനെ എത്തുമ്പോഴേക്കുണ്ടല്ലോ ഇയാള് വലിയ ജാടകം കാണിക്കാൻ തുടങ്ങൂല, പിന്നെ ഇങ്ങനെ ഒതുങ്ങും. ആദ്യത്തെ കാലങ്ങളിലൊക്കെ നമ്മൾ ബിസിനസ്സുകാരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെപ്രാളായിരിക്കും. ഇതിങ്ങനെ ഇതിങ്ങനെ കയറി വരുന്നതോറും ഇതിങ്ങനെ കുറഞ്ഞു വരും.
ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ളൊരു ഐഡിയയിലേക്ക് എത്തി തുടങ്ങി. ക്രെഡിബിലിറ്റിയും കഴിഞ്ഞ അടുത്ത സാധനത്തിലേക്ക് എത്തും. ദാറ്റ് ഈസ് കോൾഡ് സെലിബ്രിറ്റി. ഇവിടെയാണ് ഒരു സെലിബ്രിറ്റി ഉണ്ടാവും. അയാൾക്ക് ഉദ്ഘാടനം ചെയ്യണം, അയാളുടെ ഫോട്ടോഗ്രാഫ് തേങ്ങാ മാങ്ങ ബഹളമായിട്ട്. വാറൻ ബഫറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ കാശുകാരൻ, അയാളുടെ അടുത്ത് ചോദിച്ചു നിങ്ങൾ എത്ര കാലം ബിസിനസ് ചെയ്യണം ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഇതാണ്. 2-3 സിഗ്നലുകൾ ലോകം നിങ്ങൾക്ക് കാണിച്ചു തരും നിങ്ങളുടെ ജീവിതത്തിൽ. എന്താന്ന് ചോദിച്ചപ്പോൾ പറയാം, ആദ്യം നിങ്ങളുടെ കാറിന്റെ ഡോർ ഇങ്ങനെ തുറക്കാൻ പറ്റും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ തുറക്കാൻ പറ്റും. എങ്ങനെ? ഇപ്പൊ ഡോർ ഇങ്ങനെയാണ് തുറക്കണമെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഡോറ് ഇങ്ങനെ തുറക്കാൻ പറ്റും. ഏതാവും വണ്ടി? റോൾസ് ആയിട്ടാവും. അതും കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി ഇങ്ങനെ തുറക്കാൻ പറ്റും. വേർട്ടിക്കൽ ഓപ്പൺ ക്ലാസുകൾ നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങും. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങൾ സക്സസ്ഫുൾ ആയി വരുന്നത്. ഇതാണ് ഒരു സിഗ്നൽ. രണ്ടാമത്തെ സിഗ്നൽ, നിങ്ങളുടെ സിഗ്നേച്ചർ ഓട്ടോഗ്രാഫായി മാറിയിട്ടാവും. നിങ്ങളുടെ സിഗ്നേച്ചറുകൾ ഓട്ടോഗ്രാഫുകൾ, നിങ്ങളുടെ ഒരു ഓട്ടോഗ്രാഫ് കിട്ടാൻ വേണ്ടി ആളുകൾ കാത്തു നിൽക്കുന്ന ഒരു കാര്യം വരും. അതുവരെ നിങ്ങൾ ബിസിനസ് നിങ്ങൾ ഒപ്പിട്ടാൽ ഓട്ടോഗ്രാഫ് ആവും. നിങ്ങളെ കാണുമ്പോൾ അങ്ങനെ സെലിബ്രിറ്റി ആയിട്ടുണ്ടാവും. മൂന്നാമത്തെ സിഗ്നല്, നിങ്ങളുടെ മന്ത്ലി ഇൻകം ഫോൺ നമ്പർ പോലെ ആയിട്ടുണ്ടാവും. എത്ര ഈ മാസത്തെ വരുമാനം? 9744702082 ഡോട്ട്സ് അല്ലെ? പ്രോഫിറ്റ് എത്ര? അങ്ങനെ വരുന്ന സിഗ്നലുകൾ വരും എന്നാണ് പറയുന്നത്. അപ്പൊ പക്ഷേ മലയാളിക്ക് ഇതിലൊന്നും നേരമില്ല, അപ്പോഴേക്കും സെലിബ്രിറ്റി ആവും. പക്ഷെ ഒരു തരത്തിൽ അതും ഒരു സ്ട്രാറ്റജി ആട്ടോ. ഞാനിപ്പോ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ് ചാണക്യനീതി. ചാണക്യനീതിയിൽ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, ഫേക്ക് ഇറ്റ് ടിൽ മേക്ക് ഇറ്റ്. ഒരു കാര്യം നേടിയെടുക്കുന്നത് വരെ ഫേക്ക് യു. എന്നിട്ട് അതിന് അയാൾ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് സംസ്കൃതത്തിലാണ്, അതിനെ മലയാളത്തിലേക്ക് ആക്കുവാണെങ്കിൽ, വിഷമില്ലാത്ത ഒരു പാമ്പാണെങ്കിലും വിഷമുള്ളതായിട്ട് അഭിനയിക്കുന്നതാണ് പാമ്പിന്റെ ആരോഗ്യത്തിന് നല്ലത്. എങ്ങനെ? വിഷമില്ലാത്ത ഒരു പാമ്പാണെങ്കിലും വിഷമുള്ള പാമ്പായി അഭിനയിക്കുന്നതാണ് പാമ്പിന്റെ ആരോഗ്യത്തിന് നല്ലത്. മൂർഖം പാമ്പ് ഇങ്ങനെ നിൽക്കണേ, നമുക്ക് മനസ്സിലായി ഇതിന് വിഷമില്ലാണ്. എന്താ കളിക്കാൻ നീ അവിടെ പോയിട്ട് തോണ്ടാൻ തോന്നും അല്ലെ? പക്ഷെ ചേരയെ കണ്ടാലും നമ്മൾ ഓടും. ഓടിക്കഴിഞ്ഞ് നമ്മൾ സേഫ് ആയതിനു ശേഷമാണ് പറയാ അത് ചേരയാണ് അല്ലേ? പാമ്പ് പാമ്പ് തന്നെയാണ്.